ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊപ്പം ബ്ലോക്കിന്റെ ഓണാഘോഷവും വയനാട്ടിലെ ദുരന്തബാധിതർക്കായി ശേഖരിച്ച സാധനങ്ങൾ നേരിട്ട് നൽകുന്നതിന്റെ ഉദ്ഘാടനവും നടന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊപ്പം ബ്ലോക്കിന്റെ ഓണാഘോഷം നടന്നു. തുടർന്ന് വയനാട് ദുരന്തബാധിത പ്രദേശത്തേക്കുള്ള 50ഓളം കുടുംബങ്ങൾക്ക് ബെഡ്ഷീറ്റുകൾ, സാരികൾ, തോർത്ത്, സ്കൂൾ ബാഗ്, ചെരുപ്പുകൾ, ലുങ്കികൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ, ഓണമായതിനാൽ സെറ്റ് സാരികൾ എന്നിവ നേരിട്ടെത്തിക്കുന്നതിന്റെ ഉദ്ഘാടനവും നടന്നു. ഈ വയനാട് ദുരന്ത ഭൂമിയിലേക്ക് നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള യുവസ്വപ്നവുമായി ഞങ്ങൾ നാളേറെയായി പോവുകയായിരുന്നു. അതിൻ്റെ എല്ലാം പരിണിതഫലമായിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് വസ്ത്രങ്ങളും അതുപോലെ തന്നെ മനുഷ്യർക്ക് അവിടെ കുടുംബങ്ങൾക്ക് ഉപയോഗയോഗ്യമായിട്ടുള്ള പല സാധനങ്ങളും ഞങ്ങൾ ഇതിൽ സംഭരിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങളോട് സഹകരിച്ച എൻ്റെ വിമുക്തവട സംഘത്തിലെ എല്ലാവരോടും, വിശിഷ്യ വ്യാപാരി സുഹൃത്തുക്കളോടും ഞങ്ങളുടെ അഗൈതവമായ നന്ദി പറഞ്ഞ് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച മാതൃസമിതി അംഗങ്ങളോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ഇവരെല്ലാവരുടെ സഹായം കൊണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ 10-30,000 രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ വയനാട്ടിലേക്ക് അവിടുത്തെ വിമുക്തഭട സമൂഹത്തിന് നേരിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് അവിടുത്തെ വിമുക്തഭടന്മാർ അത് ആ ദുരിതബാധിത പ്രദേശത്ത് നേരിട്ട് പോയി അവരെ വീടുകൾ സന്ദർശിച്ച് അവർക്കത് നൽകുന്നതായിരിക്കും ഈ ഓണസമയത്ത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് സഹകരിച്ച എല്ലാവരെയും, മാധ്യമ സുഹൃത്തുക്കളെയും, ഈ നാട്ടിലെ ജനങ്ങളെയും, കൊപ്പം ബ്ലോക്കിൻ്റെ മാന്യ മെമ്പർമാരെയും, മഹിളാ വിങ്ങിനെയും എല്ലാവരെയും ഈ ഓണാവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. രക്ഷാധികാരി വിശ്വനാഥൻ എഴുത്തച്ഛൻ, സെക്രട്ടറി സജീവ് കുമാർ, ട്രഷറർ ശശികുമാർ, വൈസ് പ്രസിഡന്റ് യു വാസുദേവൻ, ജോയിന്റ് സെക്രട്ടറി കരുണദാസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി സുധാകരൻ, മഹിളാ വിംഗ് പ്രസിഡന്റ് ഗീത, വൈസ് പ്രസിഡന്റ് ഇന്ദിര വിശ്വം തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഘോഷങ്ങളുടെ ഭാഗമായി പൂക്കളം ഒരുക്കുകയും കൈകൊട്ടിക്കളിയും നടത്തി.